ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. കേനോപനിഷത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യും. ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. ഉപനിഷത്തിലെ ഒന്നാമത്തെ മന്ത്രം ആരംഭിക്കുന്നു. കേനേഷിതം പതതി പ്രേഷിതം മനഃ കേന പ്രാണപ്രഥമപ്രൈതിയുക്തഃ കേനേഷിതാം വാചമിമാം വദന്തി ചക്ഷു ശ്രോത്രം കവുദേവോ യുനക്തി. നമുക്ക് നേരെ ഉപനിഷത്തിലേക്ക് കടക്കാം. ശാന്തിമന്ത്രങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. എന്തുകൊണ്ട് കേനോപനിഷത്ത് എന്നുള്ള പേര് വരുന്നത് ഈ മന്ത്രത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പറയുന്നു. കേനേഷിതം കേന ഇഷിതം പ്രേഷിതം മനഃ കേന പ്രാണ പ്രഥമ പ്രൈതിയുക്ത കേനേഷിതാം വാചമിമാം വദന്തി ചക്ഷു ശ്രോത്രം കഉ ദേവോ യുനക്തി. കുറച്ച് ചോദ്യങ്ങൾ ശിഷ്യൻ ഗുരുവിൻ്റെ മുന്നാകെ ചോദിച്ചിരിക്കുക. ഈ ശരിയായ ചോദ്യങ്ങൾ ഉണ്ടാകുക എന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ ഓരോരുത്തരും ഈ ഉപനിഷത്ത് കേനോപനിഷത്ത് മനനം ചെയ്യുമ്പോൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യം, ഇത് ഉപനിഷത്ത് ഇത് കേൾക്കുന്ന മാത്രയിൽ ഈ ചോദ്യം അപരൻ്റെ ചോദ്യമാണ്. ഉപനിഷത്തിൻ്റെ കാലത്തിലേക്ക് പോയി ചോദിക്കുമ്പം 5000 വർഷം മുൻപ് ഒരാൾ ചോദിച്ച ചോദ്യമാണ്, ഒരു പഴയ ചോദ്യമാണ്. ഇത് പഴയ ചോദ്യമായി നിലനിൽക്കുക എന്ന് പറയുമ്പോൾ ഈ ചോദ്യം നമ്മളിൽ ഇല്ലാതിരിക്കണം, അല്ലെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് താല്പര്യമില്ലാത്തതായിരിക്കണം. ഒരുപാട് ചോദ്യങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ പല പരീക്ഷകളും എഴുതിയിട്ടുള്ളതും പല ഇൻ്റർവ്യൂകളിലും സംബന്ധിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് PSCയിലെ ചോദ്യങ്ങളൊക്കെ കോമഡി ആയിട്ടുള്ള ചോദ്യങ്ങൾ മുതൽ രസകരമായിട്ടുള്ള പല ചോദ്യങ്ങളുമുണ്ട്. ഈ ചോദ്യത്തിന് കൃത്യമായ ശരി ഉത്തരം പറഞ്ഞതുകൊണ്ട് ഈ ചോദ്യവും ഞാൻ നൽകിയ ഉത്തരവും ഇതെങ്ങനെയാണ് എൻ്റെ ഈ ജോലിയായിട്ട്, ഞാനൊരു ലേബർ ഓഫീസിൽ ക്ലർക്കായിട്ടിരിക്കുന്ന എന്നെ സംബന്ധിച്ച് എത്യോപ്യയുടെ തലസ്ഥാനം ഏതാണ് എന്ന് ഞാൻ എന്തിനാണ് കാണാതെ പഠിക്കേണ്ടത്? ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ അതിനെക്കുറിച്ച് പറയുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജനറൽ നോളജ് പരീക്ഷിക്കുന്നതാണ്. നമുക്കതിനെ ഗുണപരമായിട്ടും രണ്ട് രീതിയിലെടുക്കാം, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എടുക്കാം. ഇരിക്കട്ടെ, ഈ ചോദ്യം ഇത് 5000 കൊല്ലം മുമ്പ് ഒരു വിദ്യാർത്ഥി ഗുരുവിനോട് ചോദിച്ചതാണ്. ശരി, ഈ ചോദ്യം നമുക്കൊരു ചോദ്യമായി നമ്മുടെ മുന്നിൽ വരുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു ചോദ്യം ആരോടെങ്കിലും ആത്മാർത്ഥമായി ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് ഇവിടെ പ്രാഥമികമായ ഒരു നിരീക്ഷണം, അന്വേഷണം, ഒരു വിലയിരുത്തൽ എന്നൊക്കെ പറയുന്നത്. എന്താ ചോദ്യം നമ്പർ 1? കേന ആരാൽ, ഇഷിതം പ്രേരിപ്പിക്കപ്പെട്ടിട്ട്, ആരുടെ പ്രേരണയാൽ, കേന ഇഷിതം പ്രേഷിതം മനഃ പ്രേഷിതം, മനസ്സ് ഓരോരോ വിഷയങ്ങളിലേക്ക് ഓരോന്നിലേക്ക് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം. ഈ ചോദ്യം നമ്മൾ സ്വയം ചോദിക്കാതിരിക്കുന്നിടത്തോളം കാലം ഇത് വലിയ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, തർക്കമില്ല. ഇതിപ്പോൾ വലിയ വേദാന്തപരമായി ആധ്യാത്മികമായിട്ടുള്ള ഒരു ആളായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കണം എന്നൊന്നും, അത് വേറെ, അതവിടെ ഇരിക്കട്ടെ. പക്ഷേ ഈ നമ്മുടെ ഈ ഭൗതിക വ്യാപാര മണ്ഡലത്തിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇങ്ങനെയൊക്കെയുള്ള കുടുംബമായി ഓഫീസ് ജോലി ഒക്കെ ആയി കഴിയുന്ന നമ്മളെ സംബന്ധിച്ച്
ഈ ചോദ്യത്തിൻ്റെ കാലിക പ്രസക്തി എന്താണ്? ഇത് ആദ്യത്തെ ചോദ്യം തന്നെ മനസ്സിനെ സംബന്ധിക്കുന്നതാണ്. മനസ്സ് വിഷയങ്ങളിൽ പതിക്കുന്നതിൻ്റെ പിറകിൽ ആരാണ് എന്നതാണ്. അപ്പോൾ ഇവിടെ ചോദ്യകർത്താവായിട്ടുള്ള ശിഷ്യൻ സ്വമേധയാ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ മൂപ്പര് പല ഗവേഷണവും നടത്തിയിട്ടുള്ള ആളാണ്. അങ്ങനെയാണ് മൂപ്പർക്ക് ഈ ചോദ്യത്തിന് ഒരു കൃത്യമായ ഉത്തരം കിട്ടണം എന്നുള്ള ഒരു വിലയിരുത്തലുണ്ടാവുന്നത്. ഇപ്പോഴും മനസ്സെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിനെക്കുറിച്ച് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? ഒരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി ഉയർന്ന ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ മനസ്സിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ പഠിക്കണമെങ്കിൽ മനഃശാസ്ത്രം, സൈക്കോളജിയും സൈക്കാട്രിയും ഒക്കെ സബ്ജക്റ്റായി എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. സാമാന്യം ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പഠിക്കേണ്ടതാണ്. മനസ്സ് ഒരു അവയവമാണോ, ഒരു വസ്തുവാണോ? അതൊന്നുമല്ല. അതെവിടെ ഇരിക്കുന്നു? അതെവിടെയും പ്രത്യേകിച്ച് ഇരിക്കുന്നില്ല. ഏതായാലും നമുക്കറിയുന്ന കുറേ കാര്യങ്ങളുണ്ട്, നമുക്കതിനെ മനസ്സിലാക്കാം. ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് നമുക്ക് മനസ്സിലാക്കാം എന്നതാണ്. അപ്പോൾ മനസ്സ് ഓരോ വിഷയങ്ങളിലേക്ക്, വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദസ്പർശ രസരൂപഗന്ധാദികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യവഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ, സംസാരങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതിനെയാണ് നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ഒരു ഭാഷയിൽ ഏടാകൂടം എന്ന് പറയുക. ഇതെല്ലാം ഏടാകൂടങ്ങളാണ്. നമ്മൾ പറയാറുള്ളൊരു തമാശയുണ്ട്. മനസ്സിനെക്കുറിച്ച് സ്വയം അപഗ്രഥിക്കാത്ത ഒരാൾ, അതിലൊട്ടുമേ നിയന്ത്രണമില്ലാത്ത ഒരാൾ. അപ്പം കഠോപനിഷത്തിൽ ഒരു ചിത്രം വരയ്ക്കുന്നുണ്ട്, ഒരു വാങ്മയ ചിത്രം. അതെന്താണ്? ഭഗവത്ഗീതയായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം തു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച ഇന്ദ്രിയാണി ഹയാനാഹു വിഷയാൻ തേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേത്യാഹു മനീഷിണഃ. മനീഷികൾ, ജ്ഞാനികളായിട്ടുള്ളവർ നമ്മുടെ ഒരു ചിത്രം, ഒരു വാങ്മയ ചിത്രം മന്ത്രരൂപത്തിൽ അവതരിപ്പിച്ചത് യമധർമ്മൻ നചികേതസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണിപ്പോൾ പറഞ്ഞത്. ആത്മാനം രഥിനം വിദ്ധി, ആത്മാവിനെ രഥത്തിൻ്റെ ഉടമയായി അറിഞ്ഞാലും, ശരീരം രഥമേവത്തു, നമ്മുടെ ശരീരം തന്നെയാകുന്നു രഥം. ബുദ്ധിം തു സാരഥിം വിദ്ധി, ആ ബുദ്ധിയാണ് ഈ രഥത്തെ ഓടിക്കുന്ന ആൾ, സാരഥി, ഡ്രൈവർ. മനഃപ്രഗ്രഹമേവച്ച, അവിടെ പറയുന്നത് മനസ്സ് കടിഞ്ഞാണാകുന്നു. ഈ കടിഞ്ഞാൺ ബന്ധിപ്പിച്ചിരിക്കുന്നത്, ഈ കടിഞ്ഞാൺ ആരുടെ കയ്യിലാണ്? ബുദ്ധിയുടെ കയ്യിലാണ്. ഈ കടിഞ്ഞാൺ ബന്ധിപ്പിച്ചിരിക്കുന്നതോ ഇന്ദ്രിയാണി ഹയാനാഹു, ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളിൽ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. വിഷയാൻ തേഷു ഗോചരാൻ, തേഷു ആ കുതിരകൾക്ക് സഞ്ചരിക്കാനുള്ള റോഡ്, മാർഗമാകുന്നു വിഷയങ്ങൾ, ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം. അപ്പം ഈ മനസ്സ് വളരെ നിയന്ത്രിതമാർന്ന് നിലകൊള്ളേണ്ടുന്ന പ്രാധാന്യത്തെക്കുറിച്ച് ഉപനിഷത്തുകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ധർമ്മശാസ്ത്രങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ
നമുക്കതിനെ ഈ പറഞ്ഞതുപോലെ ബുദ്ധിയുടെ കൈകളിലേക്ക് നമുക്ക് ആ ബുദ്ധിയാണ് അത്. ഇത് കടിഞ്ഞാണാണെങ്കിൽ അത് ബുദ്ധിയാണ് പിടിച്ചിരിക്കുന്നത് എങ്കിൽ അവൻ എന്തുണ്ടാവില്ല, അത് കൃത്യമായ പന്ഥാവിലൂടെ ഈ കുതിരകൾ പോയിക്കോളും. അല്ലെങ്കിൽ സംസാരം ച അധികച്ചതി, ദുഷ്ടാശ്വായവ സാരഥേഹേ സംസാരം ച അധികച്ചതി എന്ന് പറയും. ദുഷ്ടങ്ങളായ അശ്വങ്ങളാൽ നിയന്ത്രിതമാകാതെ ഇവൻ കിടന്ന് കറങ്ങി കറങ്ങി ഓരോരോ ദിക്കുകളിൽ പോയി തട്ടിമുട്ടി വീഴും. എന്ത് ഗംഭീരമായിട്ടുള്ള വർണ്ണനയാണെന്നറിയോ. നമ്മുടെ വർത്തമാന കാലത്ത് നമ്മൾ പറയാറുള്ള, നേരത്തെ പറഞ്ഞല്ലോ, പറയാറുള്ള ഒരു തമാശ, ഒരു ഉദാഹരണം വളരെ പ്രധാനപ്പെട്ടതാണ്. മദ്യപനായിട്ടുള്ള ഒരുവൻ നന്നാവാൻ തീരുമാനിക്കുന്നു. ഇങ്ങനെയായാൽ പോരാ, എൻ്റെ മനസ്സ് നിയന്ത്രിക്കണം എന്ന് തീരുമാനിക്കുന്നു. അവൻ അതിനുവേണ്ടി ഒരു ദിവസം തിരഞ്ഞെടുത്തു. ജനുവരി 1-ാം തീയതി. കൈകൊണ്ട് ഞാൻ ഇനി തൊടില്ല. അങ്ങനെ 31-ന് മൂപ്പരുടെ അവസാനത്തെ തുള്ളിയും കുടിച്ചു തീർത്തു. 1-ാം തീയതി എടുത്ത തീരുമാനം ഓർമ്മ വന്നു. പതിവ് പോലെ ഏതൊക്കെ ഷാപ്പുകൾക്ക് മുന്നിലൂടെയാണോ ആൾ കടന്നു പോകുന്നത്, വണ്ടി ഓടിച്ചിങ്ങനെ പോകുമ്പോൾ പല പല ഷാപ്പുകൾ, ഇതൊക്കെ മുമ്പ് പോയിരുന്ന ഷാപ്പുകളാണ്, അതൊക്കെ കണ്ടു. ഓരോന്ന് കണ്ടപ്പോഴും താൻ എടുത്ത തീരുമാനം വന്നു. അങ്ങനെ 1-ാം തീയതി വീട്ടിൽ ഒരു തുള്ളി കുടിക്കാതെ എത്തി. ഭാര്യ, മക്കള്, അമ്മ, അച്ഛൻ, അവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അവരെല്ലാവരോടും പറയാൻ തുടങ്ങി, ചേട്ടൻ മാറി എന്ന്. എല്ലാവരും പുകഴ്ത്താൻ തുടങ്ങി. അന്ന് മൂപ്പര് പറഞ്ഞു, എന്തൊരു സ്വാദാണ് കറിക്കൊക്കെ. അതെ. എത്ര കാശ് ഞാൻ ഇന്ന് ലാഭിച്ചു. അതെ. മോളെ എന്നൊക്കെ വിളിച്ചു. കുട്ടികളോടൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് സംസാരിച്ചു. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ഒരുമിച്ചിരുന്ന് TV കണ്ടു, തമാശകളൊക്കെ പറഞ്ഞു. ഇങ്ങനെ കുടിച്ച് ലക്ക് കെട്ട് നടക്കുന്ന ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് പരിഹാസരൂപം പറഞ്ഞു. ഞാൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. ഏത് 1-ാം തീയതി, ഒരേ ഒരു ദിവസം. 2-ാം തീയതി ഇതേപോലെ വരുന്നു. ഹായ്, ആളുകളൊക്കെ ചോദിച്ചു, സുഹൃത്തുക്കൾ വരുന്നില്ലേ? ഹായ്, 5 മിനിറ്റ് സംസാരിച്ചിട്ട് പോവാപ്പാ, കഴിക്കൊന്നും വേണ്ട, നമ്മൾ നിർബന്ധിക്കില്ല. തീരുമാനം എടുത്ത ഒരാളോട് പിന്നെ നമ്മൾ പറയുന്നത് ശരിയല്ല, പാപമാണ് എന്നൊക്കെ ചിലർ ധർമ്മബോധം വിളമ്പി. ഇരിക്ക്, ഒരു തണുത്ത സോഡയെങ്കിലും കുടിക്കുക നമുക്ക് വേണ്ടിയിട്ട്. അതാവാം, കുഴപ്പമില്ല. അങ്ങനെ ഒരു സോഡ തണുത്തത് കഴിക്കാൻ ഒന്നും വേണ്ട. ഒരു ഓംലെറ്റ് കഴിക്കുന്നേ, എന്നാൽ ശരി, ഒരു ഓംലെറ്റ്. അങ്ങനെ ഒരു ഓംലെറ്റ്, ഒരു തണുത്ത സോഡ, 2-3 മസാലക്കടല കഴിഞ്ഞു. ആശാൻ അവിടുന്ന് എണീറ്റു, ബൈ ബൈ പറഞ്ഞു. ആളുകളൊക്കെ പറഞ്ഞു, ഓഹോ, ഇവൻ കേമൻ, മിടുക്കൻ, ഇവനെ പോലെ ആവണം. അവനും ഞാൻ നിയന്ത്രിക്കപ്പെട്ടവൻ എന്ന്. അങ്ങനെ 3-ാം തീയതി വന്നു. 1-ാമത്തെ ഷാപ്പ് ഇതേപോലെ കുശലാന്വേഷണമൊക്കെ നടത്തി. 2-ാമത്തെ ഷാപ്പിലും ഇതേപോലെ കയറി ഒരു സോഡയൊക്കെ കുടിച്ചു. 3-ാമത്തേത് നോക്കുമ്പോൾ ആരുമില്ല അവിടെ. ഒന്ന് വണ്ടി അവിടെ നിർത്തിയിട്ട് നോക്കി ആരെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന്. ആരുമില്ല, വിളിക്കാൻ ആരുമില്ല. അപ്പോൾ മൂപ്പർക്ക് തന്നെ തോന്നുക, ഞാൻ ജയിച്ചവനാണ് ഇതിനെയൊക്കെ, അതുകൊണ്ട് ഇതൊന്ന് ആഘോഷിച്ചിട്ട് തന്നെ കാര്യമൊന്നും. അങ്ങനെ 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി ആശാനകത്താക്കി. വീണ്ടും അങ്ങനെ വീട്ടിലേക്ക് വരുന്ന ഇയാളെക്കുറിച്ച് ഇയാളുടെ അമ്മ മഹത്തായ ഒരു ശ്ലോകം ഉദ്ധരിച്ചു. 12 കാലം
നായയുടെ വാല് കുഴലിൻ്റെ ഉള്ളിലിട്ടാലും നേരെയാവില്ല. ഇയാളെക്കുറിച്ച് പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ മനസ്സ്. നിങ്ങൾ ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുമ്പം, മനനം ചെയ്യുമ്പം നിങ്ങളുടെ മുൻ അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കും, ഇല്ല ഇനി ഞാൻ കമ എന്നൊരക്ഷരം ഞാൻ മിണ്ടില്ല, പക്ഷേ ഈ കമയൊഴിച്ച് ബാക്കിയെല്ലാം പറയും. നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. ആരാ ഇത് ചെയ്യുന്നത്? ഇതിൽ ഞങ്ങൾ പറയും ഇതൊരു ഗെയിമാണ്. നമ്മൾ ഈ കളിക്കില്ല എന്ന് പറഞ്ഞാലും ഈ കളിയിലേക്ക് നമ്മളെ കൊണ്ട് ഇടും. ഇതിന് ചൂണ്ട ഗെയിം എന്നൊക്കെ പറയും. ഈ ചൂണ്ടയിൽ നമ്മൾ കൊത്താതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വിവേകമാർന്ന ഒരു നിലപാട്. നിങ്ങൾ ആ ചൂണ്ടയിൽ കൊത്തുന്നില്ല എങ്കിൽ അത് ചിലപ്പോൾ ഭാര്യയാകാം, ഭർത്താവാകാം, കുട്ടികളാകാം, അയൽക്കാരനാകാം, ഓഫീസിലുള്ളവരാകാം, ഇവരെല്ലാം നിങ്ങളുടെ ചുറ്റും ചൂണ്ടയിട്ടവരാ. പല പല ചൂണ്ടകളാണ്. ഇവർ സംഭാഷണം തുടങ്ങാൻ വേണ്ടി ചിലപ്പോൾ ശ്രീലങ്കയിലൊക്കെ കണ്ടില്ലേ എന്താണ് ആളുകളുടെയൊക്കെ കാര്യം. അപ്പോൾ എന്താണ്, കുഴപ്പം പിടിച്ചതൊന്നും അല്ല പറഞ്ഞത്, ശ്രീലങ്കയെക്കുറിച്ചുള്ളതാണ്. അപ്പം പിന്നെ നമ്മൾ ഒന്നും പറയാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ ആലോചിക്കുക, എന്തൊരു കഷ്ടമാണപ്പാ. നമ്മുടെ ഇവിടേക്കൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, എന്തെങ്കിലും വരുമോ? എന്ത് വരാൻ ഇവിടേക്ക്? ഇവിടെ ഉള്ളവരൊക്കെ അത്രയും തല്ലിപ്പൊളികളാണെന്ന് കണ്ടില്ലേ ഒരുത്തൻ. എന്തിനാ അവനെ പറയണം? നിൻ്റെ വീട്ടിലുണ്ടല്ലോ ഒരുത്തൻ തുടങ്ങി. ശ്രീലങ്കയിലെ ചുഴലിക്കാറ്റിൽ നിന്ന് നമ്മൾ നേരെ നമ്മുടെ അടുക്കളയിലേക്ക് വരും. എളുപ്പമാണ്. നമ്മൾ ഈ ചൂണ്ടയിൽ കൊത്തിയാൽ വലിച്ചു പോകണത് നമ്മൾ പോലും അറിയില്ല. ഈ 3-ാം തീയതി ഷാപ്പിൽ കയറി അടിച്ചു പൊളിച്ചതുപോലെ നമ്മൾ വീണ്ടും ഇത് തന്നെ. ഇവിടെ ശിഷ്യൻ്റെ ചോദ്യം, ഏറ്റവും ഉപരിപ്ലവമായിട്ടുള്ള ഞാനെടുത്ത തീരുമാനങ്ങൾ എനിക്ക് പോലും നടപ്പാക്കാൻ പറ്റാതെ എന്നെ ഈ വിഷയങ്ങളിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത് ആരുടെ പ്രേരണയാൽ എന്ന് തുടങ്ങി ഇതിൻ്റെ ആഴങ്ങളിലേക്ക് അങ്ങോട്ട് പോവാണ്. മനസ്സ് ഓരോരോ വിഷയങ്ങളിൽ പതിക്കുന്നതിൻ്റെ കാരണം ആരാണ് ഇതിൻ്റെ പിറകിൽ? കേനേഷിതം പതതി പ്രേഷിതം മനഃ. അതിലൊരു പ്രേഷിതമുണ്ട്, ഒരു പ്രേരണയുണ്ട്. ഭഗവത്ഗീതയിൽ അതിഗംഭീരമായ ഒരു ചോദ്യം 3-ാം അധ്യായത്തിൽ അർജുനൻ ചോദിക്കുന്നുണ്ട്. അതിഗംഭീരാണ്. ഈ കേനോപനിഷത്തിലെ ശിഷ്യന്റെ ചോദ്യത്തിന് സമാനമാണ്. കേനപ്രയുക്തോയം, അവിടെയും കേനയാ. കേനപ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ചന്നഭിവാർഷ്ണേയ ബലാദിവ നിയോജിത. ഒരു 1.5 ടൺ ചോദ്യമാണ്. ഹേ കേശവ, കേശി നിഷൂദന, ഭഗവാനെ, കേനപ്രയുക്തോയ, അങ്ങനെയൊക്കെയാണ് എങ്കിൽ കേന ആരാൽ, പ്രയുക്തോയം ഇവിടെ ഇഷിതം ആരുടെ പ്രേരണയാൽ, പാപം ചരതി പൂരുഷ. അവിടെ അർജുനൻ്റെ ചോദ്യം നമ്മുടെ തലത്തിൽ നിന്ന് കുറച്ചുകൂടെ ഉപരിപ്ലവമാണ്. ഉപനിഷത്തിലെ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പുണ്യം പാപം എന്നുള്ള ചോദ്യം ഇവിടെ ഇല്ല. അവനെല്ലാറ്റിനെയും എനിക്ക് വാകച്ചാർത്ത് തൊഴണം എന്നുള്ള എൻ്റെ ഒരു അതിയായ ആഗ്രഹം, അത് പഴനി പോയി തലമുട്ടയടിക്കണം എന്നാണ്. നിങ്ങൾ ഏറ്റവും ഉദാത്തമെന്ന് കരുതുന്ന ഒരു ചിന്തയാകട്ടെ, നികൃഷ്ടമായ ചിന്തയാകട്ടെ, ഉപനിഷത്ത് വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അത് രണ്ടും ഒരുപോലെയാണ്. ചിന്തയാണത്, അത് മനസ്സാണ്, വേർതിരിവുകളില്ല.
പക്ഷെ അർജുനൻ കുറച്ചുകൂടെ നമ്മുടെയൊക്കെ വക്കാലത്തെടുത്ത ആളായതുകൊണ്ട് അർജുനൻ പാപം ചെയ്യാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത് അതും അർജുനൻ കുറച്ച് നന്നായി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതൊക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛന്നഭിവാർഷ്ണേയ ബലാദിവ നിയോജിത. ഓ ഗംഭീര ചോദ്യം. അനിച്ഛൻ, അവനാഗ്രഹമൊന്നും ഉണ്ടായിട്ടല്ല. അർജുനൻ അത് പറയുമ്പോൾ അതൊരു ഉപരിപ്ലവമായ ചോദ്യമാണ്. അർജുനൻ്റെ ഇച്ഛയെയും രാഗത്തെയും ദ്വേഷത്തെയും ഒക്കെ മുകളിൽ നിന്നാണ് കാണുന്നത്. നമ്മളിൽ പലപ്പോഴും പലരും സമാധാനകാംക്ഷിയാണ് ഞാൻ എന്ന് നമ്മളിങ്ങനെ ഏതു നേരം പറയാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ യുദ്ധം ചെയ്യാൻ തൽപരരായിട്ടുള്ള ആളുകളാണ്. യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമാധാനത്തെക്കുറിച്ച് ഏതു നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മനസ്സിനെ പിടിക്കാൻ പോയി കഴിഞ്ഞാലാണ് ഇത് മനസ്സിലാവുക. അപ്പം കേനപ്രയുക്തോയം പാപം ചരതി, തെറ്റായിട്ടുള്ള ഓരോന്നിലേക്ക് ആളുകൾ ചരിക്കുന്നത് അനിച്ഛൻ, ആഗ്രഹിച്ചിട്ടല്ല, ബലാദിവ, ആരുടെയോ ബലമായ പ്രേരണയാൽ. ആരാണ് ഭഗവാനെ ഇതിൻ്റെ പിറകിൽ? അതക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛന്നഭി വാർഷ്ണേയ. ഹേ വൃഷ്ണികുലോത്തമ, ബലാദിവ നിയോജിത. ബലമായി ഇവനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ ആരോ. അവിടെ അർജുനൻ ചോദിച്ച ചോദ്യത്തിന് അതേ നാണയത്തിൽ ഭഗവാൻ ഒറ്റയടിക്ക് ഉത്തരം കൊടുത്തു. കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ. മോനെ അർജുന, ഓരോരുത്തന്മാരുടെ എന്താ പറയുക, ഒടുക്കത്തെ ദുരയായിട്ടുള്ള ഒടുക്കത്തെ ആർത്തി ആഗ്രഹത്തിൽ നിന്നാണ് ഈ സാധനങ്ങളെല്ലാം ഉണ്ടാവുന്നത്. അവിടെ അർജുൻ്റെ ചോദ്യം പാപത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ ഉത്തരം പറഞ്ഞു. ഉപനിഷത്തിലെ ശിഷ്യൻ്റെ ചോദ്യം അതല്ല. ഉപനിഷത്തിലെ ശിഷ്യൻ്റെ ചോദ്യം മനസ്സ് നല്ലതിലേക്കാകട്ടെ ചീത്തതിലേക്കാകട്ടെ ഉപനിഷത്ത് ശിഷ്യൻ അങ്ങനെയൊരു തരംതിരിവ് നടത്തിയിട്ടില്ല. അതാണ് ഉപനിഷത്തിൻ്റെ ഔന്നിത്യം എന്ന് പറയുന്നത്. രണ്ടാണ്. ഗീതോപനിഷത്ത് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇതിനോട് കടപിടിക്കുന്ന കാര്യത്തിൽ കുറച്ച് അതൊന്ന് വിയർക്കും. ഏത് ഫിലോസഫി ഒന്ന് വിയർക്കും. കാരണം ഇവിടെ വേറെ ഇടപാടുകളൊന്നുമില്ല. നിങ്ങളുടെ ഈ ഫാൻസ് അസോസിയേഷനൊന്നും ഉപനിഷത്ത് കൊണ്ടു നടക്കുന്നില്ല. അതുകൊണ്ട് ഉപനിഷത്ത് ആളുകളുടെ എണ്ണം കൂട്ടാനുള്ള പദ്ധതിയൊന്നും ഉപനിഷത്തിനില്ല. പറയേണ്ടത് പറയും. അപ്പോൾ അത് നല്ല ചോദ്യമാണ്. അവിടെ അർജുനൻ അങ്ങനെ ചോദിച്ചപ്പോൾ ഭഗവാൻ അങ്ങനെ തന്നെ ഉത്തരം കൊടുത്തു. കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ. 2-ാം അധ്യായത്തിൽ ഭഗവാൻ അതിന് വേറൊരു രൂപത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ സംഗാത് സഞ്ജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. ഈ കാമവും ക്രോധവും വരുന്ന വഴിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആലോചിക്കും, നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുത്ത് ആ തീരുമാനങ്ങൾക്കനുസൃതമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നമ്മളെ ബലമായി ഓരോന്നിലേക്ക് നാം പോലും അറിയാതെ വലിച്ചിഴയ്ക്കുന്നത്, നമ്മുടെ മനസ്സിനെ വലിച്ചിഴച്ച് പഴയതിനേക്കാൾ വികൃതമാകുന്നതിൻ്റെ കാരണം എന്താണ്? ശിഷ്യൻ്റെ ആദ്യത്തെ ചോദ്യമാണ്. കേനേഷിതം പതതി എന്നാണ്. പതനമാണ്. പ്രേഷിതം മനഃ, മനസ്സിൻ്റെ വീഴ്ച ഓരോന്നിലേക്ക്.
ഗീതയിൽ അതിൻ്റെ ഉദ്ധാരണത്തെക്കുറിച്ചൊക്കെ പറയും. ഗീത പറയുമ്പോൾ നമുക്ക് മുന്നിലേക്ക് അധ്യായത്തിൽ വന്ന ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഹ ഇത്യാദി മന്ത്രസമാനമായിട്ടുള്ള വചനങ്ങൾ ഭഗവാന്റേതുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഗീത സന്ദർഭത്തിൽ ഇതിൻ്റെ ഒരു സന്ദർഭത്തിൽ വന്നു എന്നുള്ളതേ ഉള്ളൂ. ചോദ്യം അത് തന്നെയാണ്. അപ്പം മനസ്സ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ഇങ്ങനെ പതിക്കുന്നത് നമ്മൾ ഓരോരുത്തരും സ്വയം ആലോചിച്ച് നോക്കൂ. എത്രമാത്രം നമ്മൾ ജാഗ്രതയോടുകൂടി ഇരിക്കണമെന്ന്. ഇത് തുടങ്ങുന്നത് ഈ പറഞ്ഞ പോലെ ശ്രീലങ്കയിലെ കൊടുങ്കാറ്റും ചുഴലിയും രൂപത്തിലായിരിക്കും. ഇന്ന് കാലാവസ്ഥയിൽ നിന്നാണ് ഇത് തുടങ്ങുക. പലപ്പോഴും ഇന്ന് എന്തൊരു ചൂടാണ്, പക്ഷേ എന്തൊരു കൊതുകാണ്. നിങ്ങളുടെ അവിടെ ഉണ്ടോ കൊതുക്? കൊതുകൊക്കെ എല്ലായിടത്തും ഉണ്ടെന്ന്. അപ്പോൾ തുടങ്ങി ഈ കോർപ്പറേഷൻ, അപ്പോൾ കോർപ്പറേഷൻ്റെ എലക്ഷൻ, അപ്പോൾ എലക്ഷന് മത്സരിക്കുന്ന ആൾ, ആ ആൾ നിങ്ങളുടെ ഇന്നാളല്ലേ, പിന്നെ അപ്പോൾ എവിടെയാണ് ചേട്ടൻ, എവിടെയാണ് ഇപ്പം തുടങ്ങി. ഇത്ര വേഗം നമ്മുടെ അടുക്കളയിൽ എത്തുകയെന്നറിയോ ഇത്? അലാസ്കയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും ഒക്കെ നമ്മുടെ അടുക്കളയിലേക്ക് ഇതിനെത്താൻ വലിയ താമസം വേണ്ട. നമ്മൾ പറയാറുള്ള മറ്റൊരു തമാശയില്ലേ? എന്താണ്? പശുവിനെ കുറിച്ച് എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കാനുണ്ടാകും എന്ന് കരുതി പശുവിൻ്റെ സകല ഗുണഗണങ്ങളും പഠിച്ചവൻ പശുവിനല്ല, തെങ്ങിനെ കുറിച്ച്, ക്ഷമിക്കണം, അങ്ങനെ തെങ്ങിൻ്റെ സകലതും പഠിച്ച അവൻ കേരം തിങ്ങും കേരള നാട് എന്നൊക്കെ പറഞ്ഞ 2 വരി കവിതകളൊക്കെ അവൻ പഠിച്ച അവനോട് ചോദ്യം വന്നത് പശുവിനെ കുറിച്ചായിരുന്നു. അവനെന്ത് ചെയ്തു? പശു ഒരു മൃഗമാണ്. പശു നമുക്ക് പാല് തരും. പശുവിനെ നമ്മൾ തെങ്ങിൽ കെട്ടാറുണ്ട് എന്ന് പറഞ്ഞ് ഇവൻ ആ തെങ്ങിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് തുടങ്ങി. ഇതാണ് പിന്നെ കോഴിയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പം അവൻ കോഴിയെ തെങ്ങിൽ കെട്ടാറില്ല എന്നും പറഞ്ഞ് തെങ്ങിനെ കുറിച്ച് എഴുതും. ഇത് മനസ്സാണ്. ഇതാണ് നമ്മുടെ മനസ്സ്. നിങ്ങളെ ഈ കുഴിയിലേക്ക് ചാടിക്കാൻ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ഉണ്ട്. ദൂരേക്കൊന്നും പോണ്ട. എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ശത്രുവാകുന്നത്, നിങ്ങൾ നിങ്ങളുടെ ബന്ധുവാകുന്നത്, നിങ്ങളുടെ മിത്രമാവുന്നത്? ഇങ്ങനെയാണ്. അപ്പോൾ എത്രമാത്രം ജാഗ്രതയോടുകൂടി നമ്മൾ ഇരിക്കണം. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഭാര്യയും മക്കളും കുടുംബവും ഓഫീസും ജോലിയും ഒക്കെ ആകുമ്പോൾ എന്നിട്ട് നമ്മളെന്താ പറയുന്നതെന്നറിയാം? ഒരു മനസമാധാനം ഇല്ല. അപ്പം എങ്ങനെയാണ് ഉണ്ടാവുക? ഇതെങ്ങനെ ഉണ്ടാവും? വളരെ പ്രധാനപ്പെട്ടതാണ്. മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. മന ഏവ, മനസ്സു തന്നെ ബന്ധനത്തിനും മോചനത്തിനും കാരണം. ആരാ ഈ ഏടാകൂടെ ഉണ്ടാക്കുന്നത്? ഞാൻ തന്നെ. അപ്പോൾ ഇവിടെ ശിഷ്യൻ്റെ ചോദ്യമാണ്, കേനേഷിതം പ്രേഷിതം മനഃ പതതി പ്രേഷിതം മനഃ. ഒന്നാമത്തെ ചോദ്യം.
രണ്ടാമത്തെ ചോദ്യം, അപ്പം ഈ ചോദ്യത്തിന് തന്നെ ഈ ചോദ്യം നമുക്ക് മനസ്സിലായോ? ഇങ്ങനെയൊരു ചോദ്യം നമുക്കുണ്ടോ? ഓരോ പ്രശ്നങ്ങൾ ഓരോരുത്തരുമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ കാരണം ഞാൻ തന്നെയാണ്, എൻ്റെ കോൺട്രിബ്യൂഷൻ ഇന്നതായിരുന്നു. ഇവിടെയാണ് ഈ സൈലൻസിന് ഏറ്റവും വലിയ വിലയുള്ളത്. മറ്റ് പല കാര്യങ്ങളുണ്ട്, എല്ലായിടത്തും അല്ല നമ്മളിത് ഉപയോഗിക്കേണ്ടത്. നമ്മളെ കൊണ്ട് കുഴപ്പത്തിൽ ചാടിക്കുന്ന പലതിലും അതിനെ ഒഴിവാക്കുന്നതിന് എന്താണ്, സൈലൻസ് ഏറ്റവും നല്ല ഒന്നാണ്. അതിനെ പെട്ടെന്ന് ആർക്കും നിർവചിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അതിലൊരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരു ധീരതയുടെ ലക്ഷണവുമാണ്. അവിടെയാണ് മൗനം വിദ്വാനുഭൂഷണം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് മൗനം വിദ്വാനുഭൂഷണമാകുന്നു? ഈ ചൂണ്ടയിൽ കൊത്താതിരിക്കുന്ന അവസ്ഥയിലാണ്. നമുക്ക് ചുറ്റുമുണ്ട് ഈ ചൂണ്ടകൾ കൊത്താൻ വേണ്ടി. ഈ പറഞ്ഞ പോലെ ശ്രീലങ്ക മുതൽ പല പല കാലാവസ്ഥ, അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊത്തുന്നില്ല എങ്കിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ ദേഷ്യത്തോടു കൂടിയൊന്നുമല്ല, ചിരിച്ചുകൊണ്ട്. പത്മപത്രം ഇവ അംബസ, താമര ഇതളിലെ വെള്ളത്തുള്ളി പോലെ. ഭഗവത്പാദർ ലോകത്തിൽ ജീവിക്കുന്നതിൻ്റെ, ലോകത്തിൻ്റെ ദർശനം പറയുമ്പോൾ അത് പറയും. നളിനീ ദളഗത ജലമതി തരളം തദ്വജ്ജീവിതം അതിശയ ചപലം വിദ്ധി വ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം. സമസ്തം ലോകം ശോകം. എന്താണ് കാരണം? വ്യാധി, അഭിമാനം, അഹങ്കാരം, വിഡ്ഢിത്തരം. ആരോടാ സംസാരിക്കണമെന്ന് അറിയില്ല, ബോധമില്ല. അവിടെ നമുക്ക് നളിനീദളഗതം ജലം അതിതരളം, ആ നളിനീ ദളത്തിലെ എങ്ങനെയാണ് അതിതരളമായിരിക്കുന്ന ജലം, ഒരു ജലകണിക, താമരയിതളിൽ, തദ്വത് ജീവിതം അതുപോലെ ആയിരിക്കണം ജീവിതം. അതിശയ ചപലം. അതങ്ങനെ താമര ഇതളിനെ കുതിർക്കാതെ, നനയ്ക്കാതെ അതങ്ങനെ ഉരുണ്ട് വേറിട്ട് നിൽക്കും. താമരയാണ് നമ്മുടെ സ്പിരിച്വൽ സിമ്പൽ. ഒരല്പം മുകളിലാണ് സ്ഥാനം ജലത്തിൻ്റെ. ദുർഗന്ധത്തിലാണ് വേര് പോയിരിക്കുന്നത്, പക്ഷേ പുറത്തേക്ക് ദുർഗന്ധം വമിപ്പിക്കുന്നില്ല. ഏറ്റവും വലിയ സ്പിരിച്വൽ സൈനാണ്, സിമ്പലാണ് ലോട്ടസ്, ഡിറ്റാച്ച്മെൻറ്റ്. അതുകൊണ്ടാണ് പത്മപത്രം, മുഖകമലം, നാഭീകമലം എല്ലാം കമലത്തോട്, താമരയോട് ചേർത്തത് ഈ ഒട്ടലില്ലായ്മയാകുന്ന അംഗങ്ങളെ കുറിക്കാനാണ്. അല്ലാതെ താമര പോലെ എന്നല്ല, താമരപ്പൂ പോലെ എന്നല്ല. അർത്ഥം നമ്മൾ അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കിയത്. താമരപ്പൂ പോലെ ഒരാളുടെ മുഖം ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും? താമരയ്ക്ക് ഓക്കെ, മനുഷ്യൻ്റെ മുഖത്തിന് അത് ചേരില്ലല്ലോ. കേനേഷിതം പതതി പ്രേഷിതം മനഃ. നമ്മൾ ഇത്രയും പ്രായമൊക്കെ ആയി, നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ മനസ്സ് ഇങ്ങനെ പ്രവർത്തിക്കുന്നതിൻ്റെ പിറകിൽ ആരാണ്? നമ്മുടെ വീട്ടിൽ സ്വിച്ച് ഇട്ട സമയത്തത് ബൾബ് കത്തുന്നില്ല, ഓ കറണ്ടില്ല, അപ്പോൾ ഇലക്ട്രിസിറ്റി കൊണ്ടാണ് ബൾബ് കത്തുന്നത് എന്നറിയാം. ഇതുപോലെ ബൾബിന് കത്താൻ പ്രേരണയായിട്ടൊരു ഇലക്ട്രിസിറ്റി ഉണ്ട് എങ്കിൽ അതിൻ്റെ അസാന്നിധ്യത്തിൽ ജനറേറ്ററോ ഇൻവേർട്ടറോ ഒക്കെ ഉള്ളതുപോലെ ഈ മനസ്സിൻ്റെ പിറകിലെ ഊർജം ആരാണ്? ആ ചോദ്യം തന്നെ ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നാത്തൂൻ അമ്മായിമ്മ പോര് മുതൽ അങ്ങ്
ചന്ദ്രനെ കാണുമ്പോൾ ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സ് അതിലേക്ക് ആകൃഷ്ടമായി എങ്കിൽ അതിൻ്റെ കാരണം എന്ത്? അതുകൊണ്ടാണ് പറഞ്ഞത്, ഉപനിഷത്തിലെ ചോദ്യത്തിൽ അങ്ങനെ നല്ലത് ചീത്ത എന്ന് പറഞ്ഞിട്ടുള്ള വേർതിരിവുകളില്ല ഇവിടെ. ഗീതയിൽ വരുമ്പോഴാണ് അത്തരം ചോദ്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് അർജുനൻ പാപം ചരതി എന്ന് പറഞ്ഞത്. ഇവിടെ വരുമ്പോൾ പാപം മാത്രമല്ല, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അതാണ്, കേനേഷിതം പതതി പ്രേഷിതം മനഃ. എന്താ രണ്ടാമത്തെ ചോദ്യം? കേന പ്രാണ പ്രഥമ പ്രൈതിയുക്ത. കേന ആരാൽ നിയോഗിക്കപ്പെട്ടിട്ടാണ്, പ്രഥമ പ്രാണ ഒന്നാമനായിട്ടുള്ള പ്രാണൻ പ്രവർത്തിക്കുന്നതിനാണ് യുക്തമായിരിക്കുന്ന, ചേർത്ത് വച്ചിരിക്കുന്നതിൻ്റെ ഈ പ്രാണനെ പ്രവർത്തിപ്പിക്കുന്നവൻ ആരാണ്? അവൻ മുഖ്യനാണ്, ഒന്നാമനാണ്, പ്രഥമപ്രാണ. ഈ പ്രഥമപ്രാണൻ എന്ന് പറയുമ്പോൾ അതൊരു പറച്ചിലാണ്. ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് 9 മാസമോ 10 മാസം എന്നാണല്ലോ നമ്മൾ പറയുക. അത് 7 മാസം മുതൽ ഇങ്ങോട്ട് എപ്പോഴൊക്കെ സംഭവിക്കുന്നതുണ്ട്. 6 മാസത്തിൽ പ്രസവിക്കുന്ന കുട്ടികൾ, അങ്ങനെ ഇതൊക്കെ വേണ്ടി വന്നിട്ടുള്ള അത്തരം കാര്യങ്ങളെക്കുറിച്ചല്ല നമ്മൾ പൊതുവായി പറയുമ്പോൾ 10 മാസം എന്നൊരു കണക്ക് പറയാറുണ്ട്. ഇരിക്കട്ടെ, അതിലേതെങ്കിലും ഒരു കണക്ക്. ആ ഉദരത്തിലിരിക്കുമ്പം ശിശുവിൻ്റെ പ്രാണൻ അമ്മയുടെ പ്രാണനാണ്. അവൻ അല്ലെങ്കിൽ അവൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ ലോകത്തിലേക്ക്, ബാഹ്യ ലോകത്തിലേക്ക് കടന്നു വന്ന് ആ കുട്ടി എടുക്കുന്ന ആദ്യത്തെ പ്രാണൻ, എൻ്റെ ആദ്യത്തെ പ്രാണൻ എന്നെ എടുക്കാൻ കേന പ്രാണ പ്രഥമ പ്രൈതിയുക്ത. ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ നമ്മുടെ കൈ ഇങ്ങനെ കാല് പിടിച്ചിങ്ങനെ തൂക്കി ഈ ആളുകൾ ഇറച്ചിക്കടയിൽ നിന്ന് കോഴിയൊക്കെ മേടിച്ച് കൊണ്ടുപോകുന്നത് പോലെ നമ്മൾ കാണാറില്ല ചില സിനിമകളിലും. അതുമൊക്കെ ഇങ്ങനെ 2 കാല് ഡോക്ടർ ഇങ്ങനെ പിടിച്ച് തൂക്കിയിട്ട് കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ 2 തട്ടൊക്കെ തട്ടുന്നു. നിങ്ങൾക്ക് കേൾക്കാറുണ്ട്, ഉണ്ടോ ഉള്ളതാണെന്നൊന്നും നമുക്കറിയില്ല. അതായത് കുട്ടി അങ്ങോട്ട് കരയാൻ തുടങ്ങും. എന്തോ ആവട്ടെ, കുട്ടി, ആ ശിശു, അവനല്ലെങ്കിൽ അവള്, അവനെ അല്ലെങ്കിൽ അവളെ എടുക്കാൻ, പ്രാണനെ എടുക്കാൻ പ്രേരിപ്പിച്ച ആരാ? ഡോക്ടറാ? ഡോക്ടർ കൊടുത്തതാണ്. ഡോക്ടർ ആരും മോശക്കാരൊന്നും അല്ല. മനുഷ്യന്മാരുടെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, പശുവും ഇങ്ങനെയുള്ള എന്തൊക്കെ ജീവജാലങ്ങൾ ഇവിടെ പ്രസവിക്കുന്നുണ്ട്. പൂച്ച, നായ, നിങ്ങൾ ഈ ആനിമൽ പ്ലാനറ്റൊക്കെ കാണും, അതൊക്കെ അതിൽ കാണാം. ഈ മൃഗങ്ങൾ പലതും പ്രസവിക്കുന്നതൊക്കെ കാണിക്കാറുണ്ട്. അതിൻ്റെ ആദ്യത്തെ പ്രാണൻ ആരാണ്?
കേന പ്രാണപ്രഥമ പ്രൈതിയുക്ത, മുഖ്യനായ ഒന്നാമനായ പ്രാണനും ആദ്യത്തെ പ്രാണനെ എടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ള. അവിടുന്ന് കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ്. നമ്മുടെ സ്റ്റോപ്പ് വാച്ച് പോലെ മൂപ്പരുടെ ക്ലോക്കിലുണ്ട് എത്ര പ്രാണൻ ഇവനെ എടുക്കും, എത്ര പ്രാണൻ എടുക്കാനാണ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് എന്ന്. അത് നിശ്ചയിച്ചിട്ടുള്ളത് ആരാണ്? കേനേഷിതം പ്രേഷിതം മനഃ പതതി പ്രേഷിതം മനഃ കേന പ്രാണപ്രഥമ പ്രൈതിയുക്ത കേനേഷിതാം വാചമിമാം വദന്തി. നേരത്തെ പറഞ്ഞ പ്രസവിച്ചു കഴിഞ്ഞാലുള്ള ആ ആദ്യത്തെ വാക്ക് കരച്ചിലായിട്ട്, ഈ വാക്കുകൾ ശബ്ദരൂപത്തിൽ, വാക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ABCD എന്നുള്ളതല്ല, ഖണ്ഡത്തിലൂടെ പുറത്തേക്ക് ഒഴുകുന്ന ശബ്ദം. അതിൻ്റെ പിറകിലെ സ്രോതസ് എന്താണ്? ഇത് വെവ്വേറെയാണോ? ചോദ്യത്തിൽ അതാണ്. മനസ്സിൻ്റെ ഒരാൾ, പ്രാണൻ്റെത് വേറൊരാൾ, വാക്കിൻ്റെത് വേറൊരാൾ. ഇത് വെവ്വേറെയാണോ? ഇതകത്താണോ പുറത്താണോ? ഇതൊക്കെ ഉണ്ട്. ശിഷ്യൻ്റെ ചോദ്യമാണ്. ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു 1-1.5 ശിഷ്യനാണ്. ഒന്നാമത്തെ ചോദ്യം കേനേഷിതം പതതി പ്രേഷിതം മനഃ, മനസ്സ് ഓരോന്നിൽ പോയി പതിക്കുന്നതിൻ്റെ പിറകിൽ ആരാണ്, ആരാൽ പ്രേരണയായിട്ട്. 2 കേനേഷിതാം വാചം കേന പ്രാണപ്രഥമ പ്രൈതിയുക്ത, പ്രാണൻ പ്രവർത്തിക്കുന്നതിൻ്റെ പിറകിൽ. കേനേഷിതാം വാചം ഇമാം വദന്തി. എങ്ങനെയാണ് വാക്കുകൾ, വാക്കിൻ്റെ പിറകിലെ വാക്ക് വരുന്നതിൻ്റെ ടെക്നോളജി അതെന്താണ്? ചക്ഷു ശ്രോത്രം കവു ദേവോ യുനക്തി. കണ്ണ് കാണുന്നത്, കാത് കേൾക്കുന്നത്, ഇതൊക്കെ എന്താണ്, ആരുടെ ഏർപ്പാടാണ്? നമ്മൾ ഒരു കണ്ണ് ഡോക്ടറെ അടുത്ത് പോയിട്ട് പഴയതുപോലെ കാണുന്നില്ല എന്നൊക്കെ പറയും, അത്രയേ ഉള്ളൂ. കാത് പഴയതുപോലെ കേൾക്കുന്നില്ല എന്ന് പറയും. നമ്മൾ ആരെങ്കിലും പോകുന്നുണ്ടോ? എനിക്ക് എന്തുകൊണ്ടാണ് ഞാനൊരു കാര്യം വേണ്ട എന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാലും, പറയണ്ട എന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാലും വീണ്ടും പോയി ഞാൻ ആ ചൂണ്ടയിൽ കൊത്തുന്നത് എന്തുകൊണ്ടാണ്? മനസ്സിനെക്കുറിച്ച് നമ്മൾ ചോദിക്കുന്നുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരോട് ചോദിക്കുന്നത് പോട്ടെ, നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ? നമ്മളോട് ചോദിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. മറ്റുള്ളവരോട് ചോദിക്കാം. നമുക്കാകെ ചോദിക്കാൻ അറിയുന്നത് എവിടെയാണെന്നറിയോ? ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയിട്ടാണ്. ഈ പൊട്ടന്മാർ ഓരോന്ന് പറഞ്ഞും തരും. പൊട്ടന്മാരെന്ന് ബോധപൂർവം പറഞ്ഞതാണ്. കാരണം ആളുകളെ ഈ മണ്ടത്തരത്തിൽ കൊണ്ടുപോയി ചാടിക്കുന്നത് കൊണ്ട്. നമുക്ക് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നത്. അനുഭവം എന്ന് പറഞ്ഞാൽ ഇവരുടെ അടുത്ത് പോയിട്ടുള്ള അനുഭവമല്ല. അതിലൊക്കെ കൊണ്ടുപോയി ആളുകൾ തലവെച്ച് കൊടുത്തിട്ട് അവർക്കുണ്ടായിട്ടുള്ള വലിയ കഷ്ടനഷ്ടങ്ങൾ, അത് ഉത്തമ ബോധ്യമുള്ള ഒരാളെന്ന നിലയിൽ. ഇതൊക്കെ മനനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവും. നിങ്ങളെ പിന്നെ കുലുക്കാൻ ആർക്കും പറ്റില്ല. ഇതിപ്പോൾ ചിന്മയാൻ സ്വാമികൾ പറയുന്നത് പോലെ TV-യുടെ റിമോട്ട് പോലെയാണ്. ഇങ്ങനെ ഞെക്കിയ ചാനൽ മാറുന്നത് പോലെ ഓരോരുത്തന്മാർ ഓരോന്ന് പറയുന്നത് കേട്ടിട്ട് നമ്മളിങ്ങനെ കരഞ്ഞ് ചിരിച്ച് പിഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് രാവിലെ മുതൽ. ഗുരു ഗംഭീരമായ മറുപടി കൊടുക്കുന്നു. നാളെ, ഇന്നല്ല. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.